അഗസ്ത്യമുനിയുടെ ശാപത്താൽ വിഷ്ണുഭക്തനായ ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവ് ഒരു ആനയായി മാറി. ദേവലൻ എന്ന മുനിശാപത്താൽ ഹൂഹു എന്ന ഗന്ധർവൻ ഒരു മുതലയായി മാറി. ഇരുവരും പൂർവ്വജന്മം മറന്ന് വനത്തിൽ അജയ്യരായി രമിച്ചു. ഒരിക്കൽ മറ്റാനകളോടൊപ്പം മുതല വസിക്കുന്ന പൊയ്കയിലിറങ്ങിയ ഗജേന്ദ്രൻ താമരവള്ളികൾ വലിച്ചു പറിക്കുകയും പൊയ്കയിലെ വെള്ളം കലക്കുകയും ചെയ്തു. ക്ഷുഭിതനായ മുതല തൽക്ഷണം ഗജേന്ദ്രന്റെ കാലിൽ കടിച്ചു. ഗജേന്ദ്രൻ ശക്തിയായി വലിച്ചിട്ടും മുതല പിടിവിട്ടില്ല. 1000 വർഷം ഇരുവരും തമ്മിലുള്ള വാശിയേറിയ മൽപ്പിടുത്തം തുടർന്നു. ഒടുവിൽ വേദന സഹിച്ച് രക്തം വാർന്നു ക്ഷീണിതനായപ്പോൾ ഗജേന്ദ്രന് പൂർവ്വജന്മ സ്മൃതികളുണ്ടായി. ഗജേന്ദ്രൻ പൊയ്കയിൽ നിന്നും ഒരു താമരപ്പൂ പറിച്ചെടുത്ത് മൂർത്തിഭേദമില്ലാത്ത പരബ്രഹ്മ സ്വരൂപത്തെ വിളിച്ചു പ്രാർത്ഥിച്ചു. മുതലയും ക്ഷീണിതനായിരുന്നു. മൂർത്തിഭേദമില്ലാതെ ഈശ്വര ചൈതന്യത്തെ മാത്രം സ്തുതിച്ചതിനാൽ ബ്രഹ്മാവ് മുതലായ ദേവന്മാർ ഗജേന്ദ്രനെ രക്ഷിക്കാൻ എത്തിയില്ല. എന്നാൽ സർവ്വദേവ സ്വരൂപനായി വിളങ്ങുന്ന മഹാവിഷ്ണു ഉടൻ ഗരുഡാരൂഢനായി പ്രത്യക്ഷപ്പെടുകയും സുദർശനം കൊണ്ട് ഇരുവർക്ക് മോക്ഷം കൊടുക്കുകയും ചെയ്തു എന്ന് ഭാഗവതം അഷ്ടമസ്കന്ധത്തിലെ 3-ാം അധ്യായത്തിൽ കാണാം.